ബാഴ്സയല്ലാതെ മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ആലോചിക്കുന്നേയില്ല. ഹൂലിയൻ അൽവാരസ് തന്റെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. താരത്തെ വിൽപ്പനയ്ക്ക് വെക്കുന്നില്ല എന്ന നിലപാടിൽ അയവ് വരുത്തിയ അത്ലറ്റിക്കോ ഗണ്ണേഴ്സിന്റെ ഓഫർ പരിഗണിച്ചു വരികയായിരുന്നു. എന്നാൽ ഇംഗ്ലീഷ് മണ്ണിലേക്ക് തിരികെ പോകുന്നില്ല എന്ന് നിലപാടെടുത്തു കഴിഞ്ഞു അൽവാരസ്. അത്ലറ്റിക്കോക്കാണെങ്കിൽ അൽവാരസിനെ ബാഴ്സയ്ക്ക് നൽകാൻ താല്പര്യമില്ലതാനും. ട്രാൻസ്ഫർ വിൻഡോ അടക്കാൻ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അർജന്റീൻ താരത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വങ്ങൾ നീളുകയാണ്. റോഡ്രിയും കാൻസലോയുമാണ് അവസാനമായി ക്യാമ്പ് നൗവിലെത്തിയ രണ്ട് വലിയ പേരുകൾ. ഗോർഡൻ, അഡയമി, ബിസിവു സൈനിങ്ങുകൾ ടീം നേരത്തെ പൂർത്തിയാക്കിയതാണ്. ടീമിന് ഇനി ആവശ്യം നമ്പർ 9 റോളിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കറെയാണ്. അൽവാരസിന്റെ കാര്യത്തിൽ അത്ലറ്റിക്കോ അയയാതെ വന്നതോടെ സ്പോർട്ടിങ്ങിന്റെ ലൂയിസ് സുവാരസിന്റെ പിറകെയും ലൗതാരോ മാർട്ടിനസിന്റെ പിറകെയും ഒക്കെ ബാഴ്സ പോയിരുന്നു. സുവാരസിന് സ്പോർട്ടിംഗ് പൊന്നും വിലയാണ് ചോദിക്കുന്നത്. 80 മില്യണൊക്കെ കൊടുത്ത് സുവാരസിന് റാഞ്ചാൻ ബാഴ്സയ്ക്ക് താല്പര്യമില്ല. സോ കൊളംബിയൻ താരത്തിനായുള്ള ശ്രമം ടീം ഉപേക്ഷിച്ചു വന്ന് വേണം കരുതാൻ. ലൗതാരോയുടെ കാര്യത്തിലും അനിശ്ചിതത്വങ്ങൾ തുടരുകയാണ്. ലെവൻഡോസ്കിയുടെയും ഫെറാൻ ടോറസിന്റെയും വിടവുകൾ നികത്തിയേ തീരൂ. ട്രാൻസ്ഫർ വിൻഡോ അടക്ക് മുമ്പ് നമ്പർ 9 റോളിൽ ഒരാളെപ്പോലും കിട്ടാതെ വന്നാലോ? ഗോർഡൻ വേഴ്സറ്റൈലാണ്. മറ്റ് ഓപ്ഷനുകളൊന്നും ലഭിച്ചില്ലെങ്കിൽ സെൻട്രൽ സ്ട്രൈക്കർ റോൾ അയാൾക്ക് നൽകേണ്ടി വരും. മറ്റൊരു ഓപ്ഷൻ 18-കാരൻ ഹംസ അബ്ദുൽ കരീമാണ്. ഹംസക്ക് കൂടുതൽ അവസരം നൽകിയാൽ ഭാവിയിൽ അയാൾ ടീമിന് മുതൽക്കൂട്ടാകും എന്നാണ് ഫുട്ബോൾ പണ്ഡിറ്റുകൾ പലരും അഭിപ്രായപ്പെടുന്നത്. പ്രീ സീസണിൽ ആരാധകരുടെ മനം കവർന്നു കഴിഞ്ഞു ഹംസ. ഫ്ലിക്ക് യുവതാരത്തിന് നിരന്തരം അവസരങ്ങൾ നൽകി. 241 മിനിറ്റ് കളിച്ച ഹംസ 4 തവണ വല കുടുക്കി. പ്രീ സീസണിൽ ടീമിന്റെ ടോപ്പ് സ്കോറായിരുന്നു 18-കാരൻ. ബർമിംഗ്ഹാമിനെതിരെ ഇരട്ട ഗോൾ കുറിച്ച ഹംസ FC ബാസലിനെതിരെയും തന്റെ മുൻ ക്ലബ്ബ് അൽ അഹ്ലിക്കെതിരെയും ഓരോ ഗോൾ വീതം സ്കോർ ചെയ്തു. 2026 ഫെബ്രുവരിയിൽ ലോണിലാണ് ഹംസ ബാഴ്സയിലെത്തുന്നത്. കഴിഞ്ഞ ജൂണിൽ താരത്തെ കറ്റാലൻ ക്ലബ്ബ് പെർമനന്റ് ട്രാൻസ്ഫറിൽ സ്വന്തമാക്കി. 1.5 മില്യൺ യൂറോക്കാണ് താരത്തെ ക്ലബ്ബ് വാങ്ങുന്നത്. ഹംസ ഈസ് വെരി ഹംബിൾ. ബർമിംഗ്ഹാമിനെതിരായ മത്സരത്തിന് ശേഷം ഹംസയെക്കുറിച്ച് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: ബർമിംഗ്ഹാമിനെതിരെ ബാഴ്സ കുടിച്ച 2 ഗോളുകളും ഹംസയുടെ ബൂട്ടിൽ നിന്നാണ് പിറന്നത്. ആദ്യ ഗോൾ പെനാൽറ്റി ആയിരുന്നു. രണ്ടാമത്തേത് റീബോൺ മുതലെടുത്തുള്ള ഫിനിഷ്. ഹംസയുടെ കളിയിലെ മനസാന്നിധ്യം, പൊസിഷനിങ്, ഫിനിഷിംഗ് എന്നിവയൊക്കെ ആ മത്സരത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മുഴുവൻ ടീമും എന്നെ ഗോൾ നേടാൻ സഹായിച്ചു. ഇത് കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണ് എന്നാണ് മത്സരശേഷം ഹംസ പ്രതികരിച്ചത്. കഴിഞ്ഞ ലോകകപ്പിൽ ഈജിപ്ഷ്യൻ ടീമിലുണ്ടായിരുന്ന ഹംസ വിശ്വവേദിയിൽ ഈജിപ്തിനായി പന്ത് തട്ടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. ഈജിപ്ത് കളിച്ച 5 മത്സരങ്ങളിൽ 4ലും ഹംസ കളത്തിലിറങ്ങി. 2025 നവംബറിൽ അരങ്ങേറിയ അണ്ടർ 17 ലോകകപ്പിനിടെയാണ് ഹംസ ഡെക്കോയുടെ കണ്ണിലുടക്കുന്നത്. പെനാൽറ്റി ബോക്സിൽ സൃഷ്ടിക്കുന്ന ത്രെട്ടുകൾ, ഫിസിക്കൽ സ്ട്രെങ്ത്, ഏരിയൽ എബിലിറ്റി, പ്രസിംഗ്, അർദ്ധാവസരങ്ങളിൽ നിന്ന് പോലും ഗോൾ കണ്ടെത്താനുള്ള കഴിവ്. ഹംസയിൽ ഡെക്കോയുടെ സ്കൗട്ടിംഗ് സംഘം ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതിന് പിന്നിൽ പല കാരണങ്ങളാണ്. അണ്ടർ 17 ലോകകപ്പിൽ തിളങ്ങിയ 7 യുവതാരങ്ങളിൽ ഒരാളായി ഫിഫ ഹംസയെ പിന്നീട് തെരഞ്ഞെടുക്കുന്നുണ്ട്. ടൂർണമെന്റിൽ 4 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകൾ താരം തന്റെ പേരിൽ കുറിച്ചു. ഈജിപ്ഷ്യൻ ഹാലൻഡ് എന്നാണ് ഹംസ ആരാധകർക്കിടയിൽ അറിയപ്പെടുന്നത്. ഹംസക്കായി ബാഴ്സക്ക് വലിയ തുക മുടക്കേണ്ടി വന്നിട്ടില്ല. അതേസമയം സീനിയർ ടീമിൽ പെട്ടെന്ന് തന്നെ താരത്തിന് നിർണായക സാന്നിധ്യമാകാൻ കഴിയുമെന്ന് പലരും വിലയിരുത്തുന്ന ഒരു കൗമാര വിസ്മയം. ലോ റിസ്ക് ഹൈ റിവാർഡ്. ബാഴ്സയുടെ ജുവനൈൽ എ ടീമിനെ ലീഗ് കിരീടം അണിയിക്കുന്നതിൽ ഹംസ നിർണായക റോൾ വഹിച്ചിരുന്നു. 11 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകളാണ് താരം പോയ സീസണിൽ കുറിച്ചത്. ഹംസയുടെ വരവ് ബാഴ്സലോണയ്ക്കുള്ളിലും പുറത്തും വലിയ ചർച്ചയായി. യൂത്ത് ലീഗിലെ അവസാന മത്സരത്തിൽ മോണ്ടെക്കാർലോക്കെതിരെ വെറും അരമണിക്കൂറിനുള്ളിലാണ് ഹംസ ഹാട്രിക് പൂർത്തിയാക്കിയത്. ഏരിയൽ ബോളുകളിൽ ഹംസ എത്ര ശക്തനാണെന്നും ആദ്യ ടച്ചിൽ തന്നെ അയാൾ മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്യുമെന്നും ഞാൻ താരങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബോക്സിനുള്ളിൽ അവന് പന്ത് ലഭിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു. മത്സരത്തിൽ ഞാൻ മുന്നറിയിപ്പ് നൽകിയത് എന്താണോ അതുതന്നെ സംഭവിച്ചു. മോണ്ടെക്കാർലോ പരിശീലകൻ ആ മത്സരത്തിന് ശേഷം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: 182 സെന്റിമീറ്ററാണ് ഹംസയുടെ ഉയരം. ശാരീരികമായി കരുത്തുമുണ്ട്. അതായത് ഒരു പരമ്പരാഗത സെൻട്രൽ ഫോർവേഡിന് വേണ്ട ശരീരഘടനയും കഴിവുകളും അയാളിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്ന്. ബാഴ്സയുടെ സീനിയർ ടീമിനൊപ്പം പരിശീലനം നടത്താൻ ഫ്ലിക്ക് ഹംസക്ക് നിരന്തരം അവസരം നൽകി വരുന്നുണ്ട്. ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്ക് മുമ്പ് ടീമിന്റെ നമ്പർ 9 പ്ലാൻ നടപ്പിലായില്ലെങ്കിൽ ഹംസക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചേക്കും. റയലിന്റെ പ്ലാനുകൾ ഹൈജാക്ക് ചെയ്ത് പൂർത്തിയാക്കിയ റോഡ്രി ഡീൽ ബാഴ്സ ആരാധകർക്ക് ഇരട്ടി ആവേശമാണ് നൽകിയത്. തുടർച്ചയായ 3ാം ലാ ലീഗ കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ബാഴ്സയെ സംബന്ധിച്ച് റോഡ്രിയുടേത് ഒരു മികച്ച ആഡിംഗ് ആണെന്ന് പറയേണ്ടി വരും. യൂറോപ്പിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് യൂണിറ്റുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു ബാഴ്സയുടേത്. പെഡ്രി, ഒൽമോ, റോഡ്രി, ഫെർമിൻ ലോപ്പസ്, ഗാവി, ഫ്രാങ്കി ഡിയോങ്, ബേണൽ, അങ്ങനെ ഓപ്ഷനുകൾ ഏറെയാണ് കറ്റാലൻ കൂടാരത്തിൽ.
21ാം നൂറ്റാണ്ടിൽ ഇതിനു മുമ്പ് 3 സീസണിൽ ബാഴ്സ തുടർച്ചയായി ലാലിഗ കിരീടം ചൂടിയത് പെപ് ഗാർഡിയോളയ്ക്ക് കീഴിലാണ്. ആ ചരിത്ര നേട്ടത്തിൽ ഒരിക്കൽ കൂടി തൊടാൻ ഹാൻസി ഫ്ലിക്കിനാകുമോ എന്ന് ഉറ്റുനോക്കുകയാണിപ്പോൾ ആരാധകർ. ഒപ്പം ഒരു പതിറ്റാണ്ടിലേറെ കാലമായി കിട്ടാക്കനിയായ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിനായും ടീം ഇക്കുറി ശക്തമായി മത്സരരംഗത്തുണ്ടാകും.